പണത്തെപ്പറ്റി നിങ്ങൾ വിചാരിക്കുന്നത് ഗണിതമാണ്, അധ്വാനമാണ്, സമയമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ചിന്ത തെറ്റാണ്. പണം എന്നത് വിന്യാസമാണ്. അത് നിങ്ങളുടെ വൈബ്രേഷനാണ്. അത് നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള നിശബ്ദ ശക്തിയാണ്. ആ ശക്തിയെയാണ് ഞാൻ നിങ്ങളുടെ ഓറ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ തേടിപ്പോകുന്നതിനെയല്ല നിങ്ങൾ ആകർഷിക്കുന്നത്. നിങ്ങൾ എന്താണോ അതിനെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. നിങ്ങളുടെ ഓറ നിങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് സിഗ്നലാണ്. നിങ്ങൾ അറിയാതെ സ്ഥിരമായി നിഷ്കപടമായി പുറപ്പെടുവിക്കുന്ന ഒരു ഫ്രീക്വൻസിയാണത്. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് അത് സംസാരിക്കുന്നു. നിങ്ങൾ ഒരു മുറിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അത് അവിടെ എത്തുന്നു. നിങ്ങളൊരു ആശയം അവതരിപ്പിക്കുന്നതിന് മുൻപോ ഒരു ഉൽപ്പന്നം തുടങ്ങുന്നതിന് മുൻപോ ശമ്പള വർധനവ് ചോദിക്കുന്നതിന് മുൻപോ നിങ്ങളുടെ ഓറ നിബന്ധനകൾ അംഗീകരിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ദാരിദ്ര്യമാണെങ്കിൽ, നിങ്ങളുടെ അസ്ഥികളിൽ സംശയങ്ങൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആത്മസംഭാഷണങ്ങൾ ദാരിദ്ര്യം നിറഞ്ഞതാണെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ഓരോ വളവിലും നിങ്ങൾ നിങ്ങളുടെ വിജയത്തെ സ്വയം നശിപ്പിക്കും. ഇതാണ് അനുരണനത്തിന്റെ നിയമം. ഇത് മാറ്റാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും ഒരു സിഗ്നൽ പുറത്തുവിടും. നിങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഓരോ വികാരവും ഒരു പാറ്റേണായി മാറും. നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസവും ഒരു കാന്തിക പ്രവാഹമായി മാറും. അത് ഒന്നുകിൽ സമൃദ്ധിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് അകറ്റുകയോ ചെയ്യും. നിങ്ങൾ ഒരു കാന്തമോ അല്ലെങ്കിൽ ഒരു വികർഷകമോ ആണ്. ഇവിടെയാണ് ആളുകൾ പരാജയപ്പെടുന്നത്. അവർ ആത്മവിശ്വാസം അഭിനയിക്കാൻ ശ്രമിക്കുന്നു. അവർ പുഞ്ചിരികൾ ഒട്ടിച്ചുവെക്കുന്നു. അവർ വിശ്വസിക്കാത്ത കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നു. അവർ അങ്ങനെ അഭിനയിക്കുന്നു. പക്ഷേ ഉള്ളിൽ അവർ ഭയം പ്രസരിപ്പിക്കുന്നു. പ്രപഞ്ചം വായിക്കുന്നത് നിങ്ങളുടെ വാക്കുകളെയോ സ്വപ്നങ്ങളെയോ അല്ല, നിങ്ങളുടെ ഊർജ്ജത്തെയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്താണ് പ്രക്ഷേപണം ചെയ്യുന്നത്? കാരണം നിങ്ങളുടെ ഓറയ്ക്ക് കള്ളം പറയാൻ കഴിയില്ല. അത് നിങ്ങളുടെ സത്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾ പണത്തെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠാകുലനാണെങ്കിൽ നിങ്ങൾ അയക്കുന്ന സന്ദേശം ഇതാണ്: ഞാൻ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു. മറ്റുള്ളവരുടെ വിജയത്തിൽ നിങ്ങൾ അസൂയപ്പെടുമ്പോൾ നിങ്ങൾ അയക്കുന്ന സന്ദേശം ഇതാണ്: എനിക്കിവിടെ മതിയായതൊന്നുമില്ല. നിങ്ങൾ കുറഞ്ഞ വില ഈടാക്കുമ്പോൾ, നിങ്ങളുടെ വിലയെക്കുറിച്ച് ഖേദിക്കുമ്പോൾ, വിജയിക്കുന്നതിൽ കുറ്റബോധം തോന്നുമ്പോൾ നിങ്ങൾ അയക്കുന്ന സന്ദേശം ഇതാണ്: എന്റെ സ്വന്തം മൂല്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. ആ സിഗ്നൽ നിങ്ങളുടെ പരിധിയായി മാറുന്നു. നിങ്ങളുടെ സിഗ്നൽ തിരുത്തി എഴുതുന്നതുവരെ ഒരു തന്ത്രവും നിങ്ങളെ രക്ഷിക്കില്ല. നിങ്ങളുടെ ഓറ ഏതെങ്കിലും നിഗൂഢമായ ആശയമല്ല. ഇത് നിങ്ങളുടെ വൈകാരിക ശീലങ്ങളുടെ പ്രതിഫലനമാണ്. ഇത് ആവർത്തനങ്ങളിലൂടെ നിർമ്മിക്കപ്പെട്ടതാണ്. ഇത് ശ്രദ്ധയിലൂടെ രൂപപ്പെട്ടതാണ്. ഇത് മാനസിക അച്ചടക്കത്തിലൂടെ ശക്തിപ്പെട്ടതാണ്. നിങ്ങളൊരു ചിന്ത ചിന്തിക്കുമ്പോഴും, ഒരു വിശ്വാസം മുറുകെ പിടിക്കുമ്പോഴും, വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിക്കുകയാണ്. ഈ ഓരോ കാര്യവും നിങ്ങളുടെ ചുറ്റുമുള്ള മണ്ഡലത്തിന്റെ ഭാഗമാകുന്നു. ആ മണ്ഡലം, നിങ്ങളുടെ ഓറ, പണം ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സമ്പത്തിനെ ആകർഷിക്കണമെങ്കിൽ ലോകത്തെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ആകർഷിക്കുക. സമൃദ്ധിയുള്ളവനായി തോന്നാൻ നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ പരിശീലിപ്പിക്കുക. കാരണം നിങ്ങളുടെ ശരീരം അതിനെ ചെറുക്കുന്നുണ്ടെങ്കിൽ എല്ലാ മുന്നേറ്റങ്ങളെയും നിങ്ങൾ അറിയാതെ തടസ്സപ്പെടുത്തും. ഞാൻ നിങ്ങളോട് സമൂലമായ ഒരു കാര്യം പറയാം, പക്ഷേ അത് പൂർണ്ണമായും സത്യമാണ്. സമ്പത്ത് തുടങ്ങുന്നത് നിങ്ങളുടെ വാലറ്റിലല്ല, അത് നിങ്ങളുടെ ഭാവനയിലാണ് തുടങ്ങുന്നത്. തെളിവുകൾ കാണാതെ തന്നെ നിറഞ്ഞു കവിഞ്ഞ ഒരു തോന്നൽ നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുമോ? ലോകം ഇതുവരെ നിങ്ങളോടൊപ്പം എത്തിയിട്ടില്ലെങ്കിലും ഇതിനകം സ്വതന്ത്രനായ ഒരാളെപ്പോലെ നിങ്ങൾക്ക് നടക്കാൻ കഴിയുമോ? മിക്ക ആളുകൾക്കും അതിന് കഴിയില്ല. കാരണം അവർക്ക് ബാഹ്യമായ അംഗീകാരത്തോട് ആസക്തിയുണ്ട്. വിശ്വസിക്കുന്നതിനു മുൻപ് അവർക്ക് തെളിവ് വേണം. പക്ഷേ ധനികരായവർ, സമ്പന്നരായി തുടരുന്നവർ ആദ്യം വിശ്വസിക്കുന്നു. മനസ്സിലെ നാടകശാലയിൽ അവർ വിജയം പരിശീലിക്കുന്നു. അത് അനിവാര്യമായി മാറുന്നതുവരെ. ഒരു രൂപ പോലും ബാഹ്യമായി വരുന്നതിനു മുൻപ് അവർ ആന്തരികമായി ഭാവി കെട്ടിപ്പടുക്കുന്നു. അതാണ് ഊർജ്ജ വൈദഗ്ധ്യത്തിന്റെ രഹസ്യം. നിങ്ങളുടെ ഓറയെ സമ്പത്താകർഷിക്കാൻ പരിശീലിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെ തുടങ്ങാം? ആദ്യപടി, നിങ്ങളുടെ സ്വത്വത്തിന്റെ രചയിതാവായി നിങ്ങൾ വീണ്ടും മാറണം. ദാരിദ്ര്യം നിറഞ്ഞ മാതാപിതാക്കളും ആത്മവിശ്വാസമില്ലാത്ത അധ്യാപകരും മുൻകരുതലുകളുള്ള സുഹൃത്തുക്കളും കഷ്ടപ്പാടിനെ മഹത്വവൽക്കരിക്കുന്ന സമൂഹവും നിങ്ങൾക്കായി എഴുതിയ കഥ നിങ്ങൾ മായ്ച്ചു കളയണം. നിങ്ങൾ ദരിദ്രനായി ജനിച്ചതല്ല, ദരിദ്രമായി ചിന്തിക്കാൻ നിങ്ങളെ പരിശീലിപ്പിച്ചതാണ്. സമ്പത്തിനെ ഭയപ്പെടാനും അതിനെ കുറ്റബോധം, അത്യാഗ്രഹം, അഴിമതി എന്നിവയുമായി ബന്ധിപ്പിക്കാനും നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഈ വിശ്വാസങ്ങൾ നിങ്ങൾ വെച്ചുപുലർത്തുന്നുണ്ടെങ്കിൽ അത് എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ നിങ്ങൾ അകറ്റുകയാണ് ചെയ്യുന്നത്. പണത്തിന് കൂറില്ല. അത് ഏറ്റവും ഊർജ്ജപരമായി തുറന്ന മനസ്സുള്ളവരിലേക്ക് ഒഴുകിയെത്തുന്നു. നിങ്ങളുടെ ഓറ ലജ്ജ നിറഞ്ഞതാണെങ്കിൽ അത് ഓടിപ്പോകും. നിങ്ങളുടെ ഓറ പ്രതീക്ഷയും സമൃദ്ധിയും നിറഞ്ഞതാണെങ്കിൽ അത് നിങ്ങളെ പിന്തുടരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് പ്രക്ഷേപണം ചെയ്യുന്നത്? ഈ ലോകത്തിലൂടെ അബോധാവസ്ഥയിൽ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഓരോ നെടുവീർപ്പും, ഓരോ പരാതിയും, ഓരോ നിമിഷത്തെയും സ്വയം സഹതാപവും നിങ്ങളുടെ ഓറയെ ദാരിദ്ര്യം സാധാരണമാക്കാൻ പരിശീലിപ്പിക്കുകയാണ്.
പക്ഷേ നന്ദിയുള്ള ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ സാമ്പത്തിക വിധി ദൃശ്യവൽക്കരിക്കാൻ ചെലവഴിക്കുന്ന ഓരോ മിനിറ്റും എനിക്ക് കൂടുതൽ അർഹതയുണ്ട് എന്ന് പറയാനുള്ള ഓരോ ധൈര്യവും അതാണ് നിങ്ങളുടെ ഫ്രീക്വൻസി മാറ്റിയെഴുതാനുള്ള വഴി. കുറുക്കുവഴികളില്ല, ഒഴിവാക്കലുകളില്ല. ഇതൊരു ജോലിയാണ്. പക്ഷേ ഇത് വിശുദ്ധമായ ജോലിയാണ്. ഇവിടെ മിക്ക ആളുകൾക്കും ഒരു കാര്യം നഷ്ടമാകുന്നു. നിങ്ങൾ ധനികനായി ചിന്തിക്കുക മാത്രമല്ല വേണ്ടത്, നിങ്ങൾക്ക് ധനികനാണെന്ന് തോന്നണം. സമ്പത്ത് എന്നത് ബാങ്ക് അക്കൗണ്ടിലെ ഒരു നമ്പർ മാത്രമല്ല, അതൊരു വൈകാരിക ഒപ്പാണ്. സുരക്ഷിതത്വമുള്ളതുപോലെ തോന്നുന്ന ഒന്നാണത്. സ്വാതന്ത്ര്യം പോലെ തോന്നുന്ന ഒന്നാണത്. വികാസം പോലെ തോന്നുന്ന ഒന്നാണത്. നിങ്ങളുടെ ശരീരം ആ വികാരങ്ങൾ ഇപ്പോൾ പഠിക്കുന്നില്ലെങ്കിൽ സമ്പത്തൊടുവിൽ വരുമ്പോൾ നിങ്ങൾ അറിയാതെ അതിനെ നശിപ്പിക്കും. അതുകൊണ്ടാണ് ഇത്രയധികം ലോട്ടറി വിജയികൾ പാപ്പരാകുന്നത്. അവരുടെ വൈബ്രേഷൻ പണം എന്നതിന് ചേർന്നതായിരുന്നില്ല. അവരുടെ ഓറഭയം, ആശയക്കുഴപ്പം, പരിമിതികൾ എന്നിവ നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് ആ പണം പോകേണ്ടി വന്നു. കാരണം ഊർജം വിന്യാസം തേടുന്നു. അതുകൊണ്ട് നിങ്ങളോട് സ്വയം ചോദിക്കുക, ഇന്നെനിക്ക് എങ്ങനെ സമ്പന്നനായി തോന്നാം? നിങ്ങളുടെ അക്കൗണ്ടിൽ 0 തലയുയർത്തി നിങ്ങൾക്ക് നടക്കാൻ കഴിയുമോ? നിങ്ങളുടെ സത്യം ധൈര്യമായി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങളുടെ മൂല്യമെന്താണെന്ന് ഖേദിക്കാതെ അറിയുന്ന ഒരാളെപ്പോലെ നിങ്ങൾക്ക് പെരുമാറാൻ കഴിയുമോ? അതാണ് സമ്പത്തിന്റെ പരിശീലനം. അതാണ് ഓറയുടെ പരിശീലനം. നമുക്ക് കൂടുതൽ ആഴത്തിൽ പോകാം. നിങ്ങളുടെ സിഗ്നൽ ചോർത്തുന്ന ആളുകളെയും ശീലങ്ങളെയും ചുറ്റുപാടുകളെയും നിങ്ങൾ ഒഴിവാക്കണം. പരാതി പറയുന്നവരുമായി ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാന്തിക ഓറയെ പരിശീലിപ്പിക്കാൻ കഴിയില്ല. കിംവദന്തികൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം വളർത്താൻ കഴിയില്ല. ദാരിദ്ര്യ ചിന്താഗതിയുള്ള ഉള്ളടക്കത്തിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോടീശ്വരനെ പോലെ ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത് അതുതന്നെയാണ് നിങ്ങൾ പുറത്തുവിടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മണ്ഡലത്തെ സംരക്ഷിക്കുക. സമ്പത്തിനെക്കുറിച്ച് വായിക്കുക, സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കുക, സമ്പത്ത് അനുഭവിക്കുക. നിങ്ങളെ വളരാൻ വെല്ലുവിളിക്കുന്നവരെ ചുറ്റും നിർത്തുക, ഭയത്തിൽ തളച്ചിടുന്നവരെയല്ല. നിങ്ങൾക്ക് ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സത്യം ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തിനും ഇടയിൽ നിൽക്കുന്നത് വിട്ടുകൊടുക്കാൻ വിസമ്മതിക്കുന്ന നിങ്ങളുടെ പഴയ പതിപ്പാണ്. ചെറുതായി കളിക്കുന്ന പതിപ്പ്, സംശയിക്കുന്ന പതിപ്പ്, സ്വാതന്ത്ര്യത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന പതിപ്പ്. ആ പതിപ്പിന് ദുർബലമായ സിഗ്നലുണ്ട്. ആ പതിപ്പ് യാചിക്കുന്നു. ആ പതിപ്പ് അവസരങ്ങളെ വികർഷിക്കുന്നു. കാരണം അതിന് ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ആ പതിപ്പിനെ കളയണം. എപ്പോഴെങ്കിലും അല്ല, സൗകര്യപ്പെടുമ്പോൾ അല്ല, ഇപ്പോൾ തന്നെ. നിങ്ങളുടെ ശക്തിക്ക് നിങ്ങൾ ക്ഷമ ചോദിക്കുന്നത് നിർത്തുമ്പോൾ, നിങ്ങളുടെ കഴിവുകളെ ചെറുതാക്കുന്നത് നിർത്തുമ്പോൾ, ദാരിദ്ര്യം, കിംവദന്തികൾ, വൈകാരികമായ അരാജകത്വം എന്നിവയെ രസിപ്പിക്കുന്നത് നിർത്താൻ നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം നിങ്ങളുടെ ഓറയെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളൊരു മുറിയിലേക്ക് നടക്കുമ്പോൾ ആളുകൾക്കത് അനുഭവപ്പെടും. നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും. നിങ്ങൾ ചോദിക്കുമ്പോൾ വാതിലുകൾ തുറക്കും. നിങ്ങൾ ഭാഗ്യവാനായതുകൊണ്ടല്ല, നിങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തെ പരിശീലിപ്പിച്ചതുകൊണ്ടാണ്. നിങ്ങളുടെ ഓറ സ്ഥിരമല്ല, അത് വഴക്കമുള്ളതാണ്. ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും അതിനെ രൂപപ്പെടുത്തുന്നു. നിങ്ങൾ എപ്പോഴും അതിനെ പരിശീലിപ്പിക്കുകയാണ്, ബോധപൂർവമോ അബോധപൂർവമോ ആയി. അതുകൊണ്ട് ഉദ്ദേശ്യത്തോടെ അതിനെ പരിശീലിപ്പിക്കുക. എല്ലാ ദിവസവും പ്രഖ്യാപിക്കുക, ഞാൻ ചലിക്കുന്ന സമ്പത്താണ്. ഞാൻ സമൃദ്ധിയുമായി യോജിച്ചു നിൽക്കുന്നു. ഞാൻ പിന്തുടരുന്നില്ല, ഞാൻ ആകർഷിക്കുന്നു. ഞാൻ കുറ്റബോധം ഉപേക്ഷിച്ച് വികാസം സ്വീകരിക്കുന്നു. ഈ വാക്കുകൾ ലോകത്തെ ആകർഷിക്കാനല്ല, നിങ്ങളെ പുനഃക്രമീകരിക്കാനാണ് പറയേണ്ടത്. ഒടുവിൽ ഈ കാര്യത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ സമ്പത്തിനെ കൂടുതൽ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾക്കൊന്നും തെളിയിക്കേണ്ടിവരില്ല. നിങ്ങളുടെ വിജയം ഉറക്കെ പ്രഖ്യാപിക്കേണ്ടിവരില്ല. നിങ്ങളുടെ മൂല്യം വിളിച്ചു പറയേണ്ടിവരില്ല. നിങ്ങളുടെ ഓറ നിങ്ങൾക്കുവേണ്ടി സംസാരിക്കും. അതിനെ പരിശീലിപ്പിക്കുക, അതിനെ ശക്തിപ്പെടുത്തുക, അതിനെ ബഹുമാനിക്കുക. അപ്പോൾ സമ്പത്ത് പ്രതികരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, സമ്പത്ത് അധ്വാനം കൊണ്ട് മാത്രം നേടുന്ന ഒന്നല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്നവർ ഏറ്റവും ധനികരായിരുന്നേനെ. പക്ഷേ അവരല്ല. ആ വൈരുദ്ധ്യം നിങ്ങളെ ഉണർത്തണം. കഠിനാധ്വാനം മാത്രമല്ല സമൃദ്ധിക്ക് വഴി തുറക്കുന്നത്, വിന്യാസമാണ്. നിങ്ങൾക്ക് അനന്തമായി അധ്വാനിക്കാം, സ്വയം തളരുന്നതുവരെ ഓടാം, ബിസിനസ്സുകൾ നിർമ്മിക്കാം, കോർപ്പറേറ്റ് ഏണിപ്പടികൾ കയറാം, തന്ത്രങ്ങൾ പഠിക്കാം. പക്ഷേ നിങ്ങൾ പുറത്തുവിടുന്ന സിഗ്നൽ ആന്തരിക ദാരിദ്ര്യമാണെങ്കിൽ നിങ്ങൾ എല്ലാ നേട്ടങ്ങളെയും നശിപ്പിക്കും. നിങ്ങൾ വഞ്ചനയെയും കാലതാമസങ്ങളെയും തെറ്റിദ്ധാരണകളെയും നഷ്ടപ്പെട്ട അവസരങ്ങളെയും ആകർഷിക്കും. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ഓറ കള്ളം പറയില്ല. നിങ്ങൾ ചോദിച്ചേക്കാം, പക്ഷെ ഞാൻ നല്ല ചിന്തകൾ ചിന്തിക്കുന്നുണ്ട്, ഞാൻ വിജയം ദൃശ്യവൽക്കരിക്കുന്നുണ്ട്, ഞാൻ സ്ഥിരമായി പ്രഖ്യാപനങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നുണ്ടോ? ഇവിടെയാണ് മിക്ക ആളുകളും പരാജയപ്പെടുന്നത്. അവർ വാമൊഴിയായി സമൃദ്ധിയെക്കുറിച്ച് പറയുന്നു, പക്ഷെ അവരുടെ നാഡീവ്യവസ്ഥയിൽ ദാരിദ്ര്യം മന്ത്രിക്കുന്നു. അവർ രാവിലെ വിജയം മന്ത്രിക്കുന്നു, ഉച്ചയാകുമ്പോഴേക്കും ബില്ലുകളെക്കുറിച്ച് ആകുലപ്പെടുന്നു. അവർ 10 മിനിറ്റ് ധ്യാനിക്കുന്നു, എന്നിട്ട് ദിവസത്തിന്റെ ബാക്കി സമയം പരിഭ്രാന്തിയും അസൂയയും കുറ്റബോധവും ദാരിദ്ര്യവും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. അതൊരു വിന്യാസമല്ല, അതൊരു ആശയക്കുഴപ്പമാണ്. പ്രപഞ്ചം ആശയക്കുഴപ്പത്തിന് പ്രതിഫലം നൽകില്ല,
അത് വ്യക്തതയ്ക്ക് പ്രതിഫലം നൽകുന്നു. അതിനാൽ നമുക്ക് വ്യക്തമാക്കാം, നിങ്ങളുടെ ഓറ എന്നത് നിങ്ങളുടെ വൈകാരിക സ്ഥിരം അവസ്ഥയാണ്. നിങ്ങളുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയല്ല, നല്ല ദിവസത്തിലെ നിങ്ങളുടെ പ്രകടനമല്ല, നിങ്ങളുടെ ശരാശരിയാണ്, നിങ്ങളുടെ അടിസ്ഥാന നിലയാണ്. നിങ്ങളുടെ ഓറയെ സമ്പത്ത് ആകർഷിക്കാൻ പരിശീലിപ്പിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടിസ്ഥാന വൈബ്രേഷൻ ഉയർത്തണം, ഇടയ്ക്കിടെയല്ല, സ്ഥിരമായി. അത് എങ്ങനെ ചെയ്യാം? വൈകാരിക ശുചിത്വത്തിലൂടെ, മാനസിക അരാജകത്വം ദിവസവും വൃത്തിയാക്കുന്നതിലൂടെ, നിങ്ങളുടെ വിശ്വാസങ്ങളെയും വികാരങ്ങളെയും ശീലങ്ങളെയും സത്യത്തിൽ വേരൂന്നിയവയാക്കി മാറ്റുന്നതിലൂടെ, ആഘാതങ്ങളിലല്ല. ഇതിനർത്ഥം നിങ്ങൾ നെഗറ്റീവ് ചിന്തകളെ മാത്രമല്ല, അവക്കടിമപ്പെട്ട നിങ്ങളുടെ സ്വത്വത്തെയും ഇല്ലാതാക്കണം. കീഴടങ്ങിപ്പോകാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭാഗത്തെ നിങ്ങൾ കൊല്ലണം. കഷ്ടപ്പാടിനെ ബഹുമാനത്തിന്റെ അടയാളമായി കാണുന്ന ഭാഗം, വിജയത്തെ നിങ്ങളുടെ ഭൂതകാലത്തോടുള്ള കൂറില്ലായ്മയായി കരുതുന്ന ഭാഗം, അതാണ് നിങ്ങളുടെ സിഗ്നലിനെ തടസ്സപ്പെടുത്തുന്ന വൈകാരികമായ അണുബാധ. അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് സ്വയം ചോദിക്കുക, ആരും കാണാത്തപ്പോൾ ഞാൻ ആരായി മാറുന്നു? ഞാൻ എന്റെ ചിന്തകളുമായി തനിച്ചായിരിക്കുമ്പോൾ ഞാൻ ഏത് ഫ്രീക്വൻസിയിലേക്ക് തിരിച്ചുപോകുന്നു? ഞാൻ എന്റെ വായ തുറക്കുന്നതിനു മുൻപ് ഒരു മുറിയിലേക്ക് ഞാൻ എന്ത് ഊർജ്ജമാണ് കൊണ്ടുവരുന്നത്? നിങ്ങളുടെ ഉത്തരം ഉറപ്പ്, വിശ്വാസം, അന്തസ്സ് എന്നിവയേക്കാൾ കുറഞ്ഞ എന്തെങ്കിലുമാണെങ്കിൽ ആ മേഖലയ്ക്കാണ് നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്. ഇപ്പോൾ ഒരു അടിസ്ഥാന തത്വത്തിലേക്ക് കടക്കാം. വളരെ ലളിതമാണെങ്കിലും അവഗണിക്കപ്പെടുന്ന ഒന്നാണത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കില്ല, നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. ആഗ്രഹം എന്നത് ദുർബലമാണ്, വിശ്വാസം ശക്തമാണ്. വിജയം ആഗ്രഹിക്കുന്ന ഒരാൾ ദാരിദ്ര്യത്തിൽ തന്നെ തളച്ചിടപ്പെട്ടിരിക്കും. പക്ഷേ തന്റെ വിജയത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ അത് ഇതിനകം സംഭവിച്ചതുപോലെ വൈബ്രേറ്റ് ചെയ്യുന്നു. ഓറ അത് പ്രതിഫലിപ്പിക്കുന്നു, അത് അനിവാര്യതയുടെ സ്വരം വഹിക്കുന്നു. അപ്പോഴാണ് ആളുകൾ നിങ്ങളോട് വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങുന്നത്. അവർ പറയും, നിങ്ങൾക്ക് വ്യത്യസ്തമായി തോന്നുന്നു. അവർ പറയും, നിങ്ങളിൽ എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവർ പറയും, എനിക്കത് വിശദീകരിക്കാൻ കഴിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയും. അവർക്ക് കാരണമറിയില്ല, പക്ഷെ നിങ്ങൾക്കറിയാം. ഫലങ്ങൾ കാണുന്നതിന് വളരെ മുൻപ് തന്നെ ബഹുമാനം കൽപ്പിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിച്ചതുകൊണ്ടാണ്. ലോകം അത് ബാഹ്യമായി അംഗീകരിക്കുന്നതിനു മുൻപ് നിങ്ങളത് ആന്തരികമായി തന്നെയായി മാറി. അതാണ് ആത്യന്തികമായ ഹാക്ക്, അതാണ് അദൃശ്യമായ മുൻഗണന. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ ഒരു പ്രായോഗിക നിയമം നൽകാം. കാരണം പ്രയോഗമില്ലാത്ത തത്വശാസ്ത്രം ദാരിദ്ര്യത്തിന്റെ മറ്റൊരു രൂപമാണ്. ഇതാണ് നിയമം. ചുറ്റുപാട് ഒരു ആംപ്ലിഫയറാണ്. നിങ്ങൾ ഏത് വൈബ്രേഷൻ കൊണ്ടു നടന്നാലും നിങ്ങളുടെ ചുറ്റുപാട് അതിനെ വർദ്ധിപ്പിക്കും. നിങ്ങൾ സ്വയം സംശയിക്കുകയും പരാതി പറയുന്നവരുടെയും കിംവദന്തി പറയുന്നവരുടെയും വിമർശകരുടെയും ഇടയിലായിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. എന്നാൽ നിങ്ങൾ ആത്മവിശ്വാസത്തിനായി നിങ്ങളുടെ ഓറയെ പുനഃക്രമീകരിക്കാൻ തുടങ്ങുകയും ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നവരുടെയും ധൈര്യത്തോടെ നീങ്ങുന്നവരുടെയും ബോധ്യത്തോടെ പ്രവർത്തിക്കുന്നവരുടെയും കൂടെ നിൽക്കുകയും ചെയ്താൽ നിങ്ങളുടെ സിഗ്നൽ 10 ഇരട്ടിയാകും. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിക്കുക. നിങ്ങളുടെ ഇടം മാറ്റുക, നിങ്ങളുടെ കൂട്ടുകാരെ മാറ്റുക, നിങ്ങളുടെ ഇൻപുട്ട് മാറ്റുക. നിങ്ങൾ ദിവസങ്ങൾ ഉത്കണ്ഠയിൽ ചിലവഴിച്ചാൽ നിങ്ങൾ ഉത്കണ്ഠ പ്രസരിപ്പിക്കും. നിങ്ങൾ വിജയം ഉൾക്കൊണ്ടാൽ നിങ്ങൾ വിജയം പ്രസരിപ്പിക്കും. നിങ്ങളുടെ മുറിയെ മികവിന്റെ ഒരു പുണ്യസ്ഥലമാക്കി മാറ്റുക. നിങ്ങളുടെ ഭയങ്ങളെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല, നിങ്ങളുടെ ഭാവിയെ ശക്തിപ്പെടുത്തുന്ന പുസ്തകങ്ങളും ചിഹ്നങ്ങളും ദൃശ്യങ്ങളും അതിൽ നിറയ്ക്കുക. നിങ്ങളുടെ ചെവികളെ സംരക്ഷിക്കുക. രാവിലെകളെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. വൈകാരിക നാടകങ്ങളിൽ നിന്ന് നിങ്ങളുടെ രാത്രികളെ വീണ്ടെടുക്കുക. കാരണം ഓരോ നിമിഷവും നിങ്ങളുടെ മണ്ഡലത്തെ പരിശീലിപ്പിക്കുന്നു. നിങ്ങളുടെ മണ്ഡലം നിങ്ങളുടെ ഫലങ്ങളെ പരിശീലിപ്പിക്കുന്നു. നിങ്ങൾ എപ്പോഴും പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ഇതാണ്, നിങ്ങൾ ഉദ്ദേശപൂർവ്വം പ്രക്ഷേപണം ചെയ്യുന്നുണ്ടോ? നമുക്ക് തുടരാം. ചില ആളുകൾ എളുപ്പത്തിൽ സമ്പത്തിനെ ആകർഷിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അത് ഭാഗ്യമല്ല, അത് അനന്തരാവകാശമല്ല, അതൊരു അബദ്ധമല്ല, അത് ഊർജ്ജപരമായ യോജിപ്പാണ്. അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു. അവർക്ക് തോന്നുന്നതുപോലെ അവർ പ്രവർത്തിക്കുന്നു. അത് ഇതിനകം യാഥാർത്ഥ്യമായതുപോലെ അവർ നീങ്ങുന്നു. ആ തലത്തിലുള്ള യോജിപ്പ് ശക്തി ഉണ്ടാക്കുന്നു. അത് ഉറപ്പുണ്ടാക്കുന്നു. അത് വിശ്വാസമുണ്ടാക്കുന്നു. മറ്റുള്ളവർക്ക് അത് അനുഭവപ്പെടുകയും അവർ യോജിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവർ നിങ്ങളെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുകൊണ്ടല്ല, നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് എങ്ങനെ തോന്നി എന്നതുകൊണ്ടാണ്. ഇതാണ് ഓറയുടെ ബുദ്ധി. ആളുകൾ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നില്ല, അവർ ആത്മവിശ്വാസത്തിൽ നിക്ഷേപിക്കുന്നു. ആളുകൾ യുക്തി വാങ്ങുന്നില്ല, അവർ ഊർജ്ജം വാങ്ങുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അവതരണം മികച്ചതാക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ സാന്നിധ്യം മികച്ചതാക്കുക. മറ്റൊരാളുടെ തന്ത്രം പകർത്താൻ ശ്രമിക്കുന്നത് നിർത്തുക. അവരുടെ ഉറപ്പ് പകർത്തുക. അവരുടെ ഊർജ്ജ പ്രതിബദ്ധത പകർത്തുക. കാരണം അതാണ് യഥാർത്ഥ ബ്ലൂ പ്രിന്റ്. അതാണ് പറയാത്ത നേട്ടം. ഇപ്പോൾ നമുക്ക് കൂടുതൽ ആഴത്തിൽ പോകാം. നിങ്ങളുടെ ഓറ നിങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുമായി യുദ്ധത്തിലാണെങ്കിൽ നിങ്ങൾ പണവുമായി യുദ്ധത്തിലായിരിക്കും. നിങ്ങളുടെ അഭിലാഷങ്ങളെ നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പുരോഗതിയെ നശിപ്പിക്കും. നിങ്ങളുടെ സ്വന്തം മൂല്യത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ലോകം ആ സംശയത്തെ പ്രതിധ്വനിക്കും.
അതുകൊണ്ട് ഉള്ളിൽ നിന്ന് തുടങ്ങുക. സ്വയം മാതാപിതാവാകുക. നിങ്ങൾക്ക് എന്തു വേണമെന്നുള്ള നിയമങ്ങൾ തിരുത്തിയെഴുതുക. ക്ഷമ ചോദിക്കാതെ ശക്തനാകാൻ നിങ്ങൾക്ക് സ്വയം അനുവാദം നൽകുക. വികാസം സുരക്ഷിതമാണെന്ന് നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ പഠിപ്പിക്കുക. വിജയം നിങ്ങളുടെ സ്വാഭാവിക അവസ്ഥയാണെന്ന്, നിങ്ങളുടെ അപവാദമല്ല എന്ന്. കാരണം നിങ്ങൾക്ക് സമ്പത്തിന് അർഹതയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതുവരെ നിങ്ങളതിനെ തടസ്സപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ദിവസം മുഴുവൻ അധ്വാനിക്കാം. നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യാനും വിൽക്കാനും ഉള്ളടക്കമുണ്ടാക്കാനും കഴിയും. പക്ഷേ അതിനെല്ലാം പിന്നിലെ വൈബ്രേഷൻ എനിക്കിതിന് അർഹതയില്ല എന്നതാണെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ നിങ്ങളുടെ ഭയത്തെ പ്രതിഫലിക്കും, നിങ്ങളുടെ അധ്വാനത്തെയല്ല. പ്രപഞ്ചം പ്രവർത്തനത്തിന് പ്രതിഫലം നൽകുന്നില്ല, അത് യോജിച്ച പ്രവർത്തനത്തിനാണ് പ്രതിഫലം നൽകുന്നത്. അതുകൊണ്ട് കുടുങ്ങിപ്പോയ പലരെയും ഞാൻ പഠിപ്പിച്ച ഒരു ഉപകരണം ഞാൻ നിങ്ങൾക്ക് നൽകാം. അത് അവരുടെ ജീവിതം മാറ്റിമറിച്ചു. എല്ലാ ദിവസവും രാവിലെ ലോകത്തിന്റെ ബഹളങ്ങൾ കടന്നുവരുന്നതിനു മുൻപ്, ഫോൺ റിംഗ് ചെയ്യുന്നതിനു മുൻപ്, തലക്കെട്ടുകൾ വരുന്നതിനു മുൻപ്, തിരക്കിനു മുൻപ് സ്വയം ഇരിക്കുക. 5 മിനിറ്റ്, അത്രമാത്രം. കണ്ണുകൾ അടയ്ക്കുക. 3 ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. നിങ്ങളുടെ ഓറ കൂടുതൽ തിളക്കമുള്ളതും ശക്തമായതും നിങ്ങളെ ചുറ്റിപ്പറ്റിയും വികസിക്കുന്നതായി മനസ്സിൽ കാണുക. ഇപ്പോൾ അതിനോട് സംസാരിക്കുക. അതിനോട് കൽപ്പിക്കുക. പറയുക, ഞാൻ സമൃദ്ധിയുടെ കാന്തമാണ്. പറയുക, എന്റെ സാന്നിധ്യം സമ്പത്താണ്. പറയുക, പണം എന്നോടൊപ്പം സുരക്ഷിതമാണ്. വിജയം എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. ഞാൻ വികാസവുമായി യോജിച്ചു നിൽക്കുന്നു. ഈ വാക്കുകൾ ഭാവനയായിട്ടല്ല, സത്യമായിട്ട് അനുഭവിക്കുക. നിങ്ങളുടെ ശരീരം അത് വിശ്വസിക്കുന്നതുവരെ ആ വികാരം പരിശീലിക്കുക. ഇത് 21 ദിവസത്തേക്ക് എല്ലാ ദിവസവും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, അധ്വാനമില്ലാതെ അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ആളുകൾ അപ്രതീക്ഷിതമായ ആവേശത്തോടെ നിങ്ങളോട് പ്രതികരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണമെത്തുന്നു. കാരണം നിങ്ങളുടെ ഓറ ഇനി അതിനെ വികർഷിക്കുകയില്ല. അത് അതിനെ സ്വാഗതം ചെയ്യും. അത് പറയും, ഈ വ്യക്തി തയ്യാറാണ്. ആ നിമിഷമാണ് മാറ്റം സംഭവിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഭാഗത്തിലെ അവസാനത്തെ ഒരു കാര്യം കൂടി തരാം. സമ്പത്ത് ഒരു പ്രതിഫലമല്ല, അത് ഒരു പാർശ്വഫലമാണ്. നിങ്ങളുടെ ഊർജ്ജത്തെ യോജിപ്പിക്കുന്ന പ്രക്രിയയിൽ നിങ്ങൾ ആരായി മാറുന്നു എന്നതാണ് യഥാർത്ഥ പ്രതിഫലം. വൈകാരികമായ അച്ചടക്കം, മാനസികമായ വ്യക്തത, ആത്മീയമായ ആത്മവിശ്വാസം, അതാണ് ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത സമ്പത്ത്. ഒരു വിപണി തകർച്ചയ്ക്കും എടുത്തുകളയാൻ കഴിയാത്ത ശക്തിയാണത്. നിങ്ങൾ കാണുന്നുണ്ടോ? പണം വെറുമൊരു സന്ദേശവാഹകനാണ്. അത് സുരക്ഷിതമായി തോന്നുന്നിടത്തേക്ക് പോകുന്നു. അത് വ്യക്തതയിലേക്ക് ഒഴുകുന്നു. അത് തീരുമാനിക്കാനുള്ള കഴിവുമായി നൃത്തം ചെയ്യുന്നു. നിങ്ങൾ വിജയവുമായി യോജിപ്പിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറുമ്പോൾ നിങ്ങളുടെ ഓറ ക്ഷണമായി മാറുന്നു. അത് കരാറായി മാറുന്നു. നിങ്ങൾ നടക്കുന്ന ഓരോ മുറിയിലും അത് അനുഭവപ്പെടും. നിങ്ങൾക്ക് യാചിക്കേണ്ടിവരില്ല. നിങ്ങൾക്ക് വിശദീകരിക്കേണ്ടിവരില്ല. നിങ്ങൾക്ക് പിന്തുടരേണ്ടിവരില്ല. നിങ്ങൾ വെറുതെ എത്തിച്ചേരും. കാരണം നിങ്ങളുടെ ഓറ നിങ്ങളുടെ മൂല്യം ഇതിനകം വിലപേശിയിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മിക്ക ആളുകൾക്കും അവരുടെ ജീവിതകാലത്ത് ഒരിക്കലും പഠിക്കാൻ കഴിയാത്ത ഒരു കാര്യം വെളിപ്പെടുത്താം. നിങ്ങൾ പിന്തുടരുന്നത് നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ അഭിലാഷമല്ല നിങ്ങളുടെ ഫലങ്ങൾ നിർണ്ണയിക്കുന്നത്, നിങ്ങളുടെ തയ്യാറെടുപ്പാണ്. തയ്യാറെടുപ്പ് മാനസികമല്ല, അത് ഊർജ്ജപരമാണ്. അത് വൈകാരികമാണ്. അത് ആത്മീയമാണ്. വേഗത്തിൽ സംസാരിച്ചോ കഠിനാധ്വാനം ചെയ്തോ നിരന്തരം നെറ്റ്വർക്ക് ചെയ്തോ നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കില്ല. ആ സമ്പത്തിന്റെ തലത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്ന വ്യക്തിയായി മാറുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ആ സമ്പത്ത് ലഭിക്കുന്നത്. പണം ഊർജ്ജമാണ്. ശക്തി ഊർജ്ജമാണ്. അവസരങ്ങൾ, വിഭവങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഇതെല്ലാം ഊർജ്ജപരമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ ആകർഷിക്കാനുള്ള ഒരേയൊരു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെടുക എന്നതാണ്. അത് ചെയ്യാനുള്ള ഒരേയൊരു വഴി നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു അത്ലറ്റ് തന്റെ ശരീരത്തെ പരിശീലിപ്പിക്കുന്നതുപോലെ നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിക്കുക. ഉദ്ദേശ്യത്തോടെ, അർപ്പണബോധത്തോടെ, ആവർത്തനത്തോടെ. നിങ്ങൾക്ക് സമ്പത്ത് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രം അതിന് അർഹതയുണ്ടെന്ന് കരുതരുത്. എന്നാൽ നിങ്ങളത് ഉൾക്കൊള്ളുകയാണെങ്കിൽ, അത് നിങ്ങളുടെ കൈകളിൽ വരുന്നതിനു മുൻപ് നിങ്ങൾ അതുമായി യോജിപ്പിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്പത്തിനു വേണ്ടി നിയുക്തനാകുന്നു. ഞാൻ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു മുറിയിലേക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ കൂടെ എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ സാന്നിധ്യം സമൃദ്ധിയെക്കുറിച്ചാണോ അതോ അരക്ഷിതാവസ്ഥയെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? നിങ്ങളുടെ ഊർജ്ജം ഞാനിവിടെ നൽകാൻ വന്നതാണോ അതോ ഞാൻ തീവ്രമായി എന്തെങ്കിലും നേടാൻ വന്നതാണോ എന്ന് പറയുന്നുണ്ടോ? നിങ്ങളുടെ ശരീരഭാഷ നിശബ്ദമായ അറിവിനെയാണോ അതോ നിശബ്ദമായ യാചനയെയാണോ പ്രതിഫലിപ്പിക്കുന്നത്? സമ്പത്തിന് വിശ്വാസം മാത്രമല്ല ആകർഷിക്കുന്നത്, അതിനെ നിരാശ വികർഷിക്കുകയും ചെയ്യും. നിരാശ ഭയത്തെ സൂചിപ്പിക്കുന്നു. ഭയം ആ ഫ്രീക്വൻസിയെ വിഷലിപ്തമാക്കുന്നു. അത് ഈ സന്ദേശം അയക്കുന്നു: ഞാൻ മതിയായവനല്ല, എനിക്ക് മതിയായതൊന്നുമില്ല, എനിക്കിത് പിടിച്ചു നിർത്താൻ കഴിയില്ല, ഇത് നിലനിൽക്കില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് നിങ്ങളുടെ ഊർജ്ജ ഒപ്പായി മാറുമ്പോൾ ലോകം അതിനനുസരിച്ച് പ്രതികരിക്കുന്നു. നിങ്ങൾ ആളുകളെ അകറ്റുന്നു, നിങ്ങൾ സമയം നഷ്ടപ്പെടുത്തുന്നു, നിങ്ങൾ തെറ്റുകളുണ്ടാക്കുന്നു. എന്നാൽ നിങ്ങൾ അതിന്റെ വിപരീതം കൊണ്ടു നടക്കുമ്പോൾ, നിങ്ങൾ ഉറപ്പ് ശ്വസിക്കുമ്പോൾ, നിങ്ങളുടെ ഓറ ഞാൻ ഇതിനകം നിറഞ്ഞു, കൂടുതൽ സ്വാഗതം എന്ന് പറയുമ്പോൾ
അപ്പോഴാണ് വാതിലുകൾ തുറക്കുന്നത്. അപ്പോഴാണ് ജീവിതം ചെറുക്കുന്നത് നിർത്തി നൽകാൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഓറയെ അത്ര വ്യക്തവും അത്ര കാന്തികവുമാക്കി മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഞാൻ നിങ്ങൾക്ക് ആ മാർഗം പറഞ്ഞുതരാം. അതിനെ ഞാൻ വൈകാരിക കാലിബ്രേഷൻ എന്ന് വിളിക്കുന്നു. ഇത് 3 ശക്തമായ ആചാരങ്ങൾ ദിവസവും ആവർത്തിച്ച് ചെയ്യുന്നതാണ്. 1. വൈകാരിക ഓഡിറ്റ്. എല്ലാ രാവിലെയും നിങ്ങളോട് സ്വയം ചോദിക്കുക, എനിക്കിപ്പോൾ എന്താണ് തോന്നുന്നത്? ഞാനാകാൻ പോകുന്ന വ്യക്തിക്ക് ഇത് സഹായകരമാണോ? ഉത്തരമില്ല എന്നാണെങ്കിൽ അതിനെ മാറ്റിയെഴുതുക. ഒരു അയോഗ്യമായ വികാരത്തെ നിങ്ങളുടെ ദിവസം ഭരിക്കാൻ അനുവദിക്കരുത്. അതിനെ തടസ്സപ്പെടുത്തുക. അതിനെ മാറ്റിസ്ഥാപിക്കുക. അതിനെ വീണ്ടും യോജിപ്പിക്കുക. 2. യോജിപ്പുള്ള പ്രഖ്യാപനം. നിങ്ങളുടെ നാഡീവ്യവസ്ഥയോട് സംസാരിക്കുക. ആകർഷിക്കാനല്ല, പുനഃക്രമീകരിക്കാനാണ്. നിങ്ങൾ ഇതിനകം സമ്പന്നനായിരിക്കുമ്പോൾ എങ്ങനെ തോന്നുന്നുവെന്ന് നിങ്ങളുടെ ശരീരത്തോട് പറയുക, ഞാൻ സുരക്ഷിതനാണ്, ഞാൻ വിശ്വസ്തനാണ്, ഞാൻ സമൃദ്ധിയോട് ഉത്തരവാദിത്വമുള്ളവനാണ്, ഞാൻ സ്വാധീനത്തിനുള്ള ഒരു പാത്രമാണ്. 3. ദൃശ്യവൽക്കരണ ആവർത്തനം. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഭാവി സ്വയം അനുഭവിക്കുക. പുറത്തുനിന്ന് നോക്കുന്നത് പോലെയല്ല, ഉള്ളിൽ നിന്ന്. അവന്റെ കണ്ണുകളിലൂടെ കാണുക. അവന്റെ ശരീരഭാഷയോടെ ചലിക്കുക. അവന്റെ ഉറപ്പോടെ പുഞ്ചിരിക്കുക. ആ സ്വത്വം നിങ്ങൾക്കത്ര പരിചിതമാക്കുക. നിങ്ങളുടെ ശരീരം അതിനെ സ്വന്തമായി സ്വീകരിക്കുന്നതുവരെ. ഈ 3 ആചാരങ്ങൾ സ്ഥിരമായി ചെയ്താൽ നിങ്ങളുടെ ഓറ ശുദ്ധിയാകാൻ തുടങ്ങും. ഒരു ലെൻസ് മിനുക്കുന്നതുപോലെ അവ മൂടൽമഞ്ഞ് നീക്കം ചെയ്യുന്നു. അവ നിങ്ങളുടെ സന്ദേശം വ്യക്തമാക്കുന്നു. അവർ നിങ്ങളെ പിന്തുടരാൻ അർഹിക്കുന്ന ഒരു സിഗ്നലാക്കി മാറ്റുന്നു. പക്ഷേ സൂക്ഷിക്കുക, ഈ മാറ്റം എപ്പോഴും സുഖകരമാകണമെന്നില്ല. നിങ്ങൾ ഉയർന്ന തലത്തിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ താഴ്ന്ന ഫ്രീക്വൻസികൾ എതിർക്കും. ആളുകൾ അകന്നുപോകുന്നത് നിങ്ങൾ കാണും. പാറ്റേണുകൾ ഇല്ലാതാകും. ചുറ്റുപാടുകൾ ശത്രുതാപരമാകും. അത് ശിക്ഷയല്ല, നിങ്ങൾ വളരുന്നു എന്നതിന്റെ തെളിവാണത്. അതുകൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കരുത്. അതിനെ വിട്ടുകൊടുക്കുക. നിങ്ങളുടെ പഴയ സ്വയം മരിക്കാൻ അനുവദിക്കുക. കാരണം നിങ്ങളാകാൻ പോകുന്ന വ്യക്തിക്ക് നിങ്ങളായിരുന്ന വ്യക്തിയുടെ പുറന്തോടിനുള്ളിൽ വളരാൻ കഴിയില്ല. ഓരോ വിത്തും വളരാൻ വേണ്ടി പൊട്ടണം. ഓരോ സ്വത്വവും വികസിക്കുന്നതിനു മുൻപ് വിള്ളൽ വീഴണം. നിങ്ങളിവിടെയുള്ളത് എല്ലാവരുമായി യോജിച്ചു പോകാനല്ല, നിങ്ങളിവിടെയുള്ളത് യോജിപ്പുള്ളവനായിരിക്കാനാണ്. മറ്റുള്ളവർക്ക് നിങ്ങളെ തെറ്റിദ്ധരിക്കട്ടെ. അവർ കിംവദന്തികൾ പരത്തട്ടെ. അവർക്ക് നിങ്ങൾ മാറിയെന്ന് കരുതട്ടെ. അവർ പറയുന്നത് ശരിയാണ്. നിങ്ങൾ മാറിയിരിക്കുന്നു, കാരണം അവർക്ക് ഓർമ്മയുള്ള വ്യക്തിയായിട്ടല്ല. നിങ്ങൾ ആരാണോ അങ്ങനെ ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. ആ ധൈര്യം, ആ ധിക്കാരം, അതാണ് നിങ്ങളുടെ ഓറയെ ഏതൊരു വിദ്യയേക്കാളും ശക്തമാക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും ശക്തരായ ആളുകൾ എങ്ങനെയാണ് കാന്തികമായവരായതെന്ന് നിങ്ങൾക്കറിയണമെന്നുണ്ടോ? അവരെപ്പോഴും ആത്മവിശ്വാസമുള്ളവരായിരുന്നില്ല. അവരെപ്പോഴും ധൈര്യശാലികളായിരുന്നില്ല. പക്ഷെ അവർ ഒരു തീരുമാനമെടുത്തു, ഒരു വ്യക്തമായ ധിക്കാരപരമായ തീരുമാനം. ഇനി തങ്ങളുടെ കഴിവിന് താഴെയായി അവർ ജീവിക്കില്ലെന്ന്. അവർക്ക് സാമ്പത്തികമായി കഴിവില്ലാതിരുന്നപ്പോൾ തന്നെ അവർ വിജയത്തെക്കുറിച്ച് സംസാരിച്ചു. ആരും ചോദിക്കുന്നതിന് മുൻപ് അവർ മൂല്യം നൽകി. അവർ ഇപ്പോഴും അരാജകത്വത്തിലൂടെ നടക്കുമ്പോൾ തന്നെ ഉറപ്പ് പ്രസരിപ്പിച്ചു. കാരണം അവരുടെ വിശ്വാസം അവരുടെ ഭയത്തേക്കാൾ ശക്തമായിരുന്നു. നിങ്ങൾക്കും അതുപോലെ ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം അതെ എന്ന് പറയണം. മറ്റുള്ളവർ നിങ്ങളിൽ വിശ്വസിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ വിശ്വസിക്കണം. ജീവിതം നിങ്ങളുടെ സ്വപ്നങ്ങളെ വൈകിപ്പിക്കുമ്പോൾ നിങ്ങൾ ആ വൈബ്രേഷൻ നിലനിർത്തണം. അങ്ങനെയാണ് നിങ്ങൾ വിജയിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ കുലുങ്ങാത്തവനായി മാറുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ഓറ നിങ്ങളുടെ നേട്ടമായി മാറുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു കെട്ടുകഥയെക്കുറിച്ച് സംസാരിക്കാം. തെളിവുകളിൽ നിന്നാണ് ആത്മവിശ്വാസം വരുന്നതെന്ന നുണയാണത്. അങ്ങനെയല്ല. ആത്മവിശ്വാസം വരുന്നത് തീരുമാനത്തിൽ നിന്നാണ്. പ്രവർത്തിക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് തയ്യാറാണെന്ന് തോന്നാൻ നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കില്ല. സംസാരിക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾ ഒരിക്കലും സംസാരിക്കില്ല. പ്രതിബദ്ധത കാണിക്കുന്നതിനു മുൻപ് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾ സ്ഥിരമായ മടിയോടെ ജീവിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കണം, ഞാൻ മതിയായവനാണ്, ഞാൻ തയ്യാറാണ്, ഞാൻ തന്നെയാണ് ആ വ്യക്തി. എപ്പോഴെങ്കിലുമല്ല, എല്ലാം തികഞ്ഞതാകുമ്പോഴല്ല, അനുവാദം ലഭിച്ചതിന് ശേഷവുമല്ല, ഇപ്പോൾ തന്നെ. ആ പ്രഖ്യാപനം, ആ ധിക്കാരപരമായ തിരഞ്ഞെടുപ്പ്, അതാണ് എല്ലാ ഓറ വൈദഗ്ധ്യത്തിന്റെയും വിത്ത്. ആ സ്ഥലത്ത് നിന്ന് എല്ലാം യോജിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ വ്യത്യസ്തമായി പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾ കൂടുതൽ ശക്തിയോടെ സംസാരിക്കുന്നു. നിങ്ങൾ ഇനി തേടുന്നില്ല. നിങ്ങളൊരു സിഗ്നൽ നൽകുന്നു. ലോകം പ്രതികരിക്കുന്നു. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളതുകൊണ്ടല്ല, നിങ്ങൾ എന്തെങ്കിലും ആയതുകൊണ്ടാണ്. ഈ ഭാഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഒരു മാർഗം കൂടി നൽകാം. എന്റെ പ്രിയപ്പെട്ട ഒന്നാണത്. അതിനെ ഊർജ്ജപരമായ മുന്നൊരുക്കം എന്ന് വിളിക്കുന്നു. ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും പ്രധാനപ്പെട്ട മീറ്റിംഗിന് മുൻപ്, സംഭാഷണത്തിനു മുൻപ്, തീരുമാനത്തിനു മുൻപ്, അല്ലെങ്കിൽ പ്രകടനത്തിനു മുൻപ് വെറുതെ ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, ആഴത്തിൽ ശ്വാസമെടുക്കുക. എന്നിട്ട് അത് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചതായി നടന്നുവെന്ന് സങ്കൽപ്പിക്കുക. ആ കയ്യടി അനുഭവിക്കുക, ആ ആശ്വാസം അനുഭവിക്കുക, ആ സ്ഥിരീകരണം അനുഭവിക്കുക.
എന്നിട്ട് ഇതാണ് പ്രധാനം, ആ നിമിഷത്തിൽ നിങ്ങൾ ആരായിരുന്നുവെന്ന് അനുഭവിക്കുക. നിങ്ങൾ എന്താണ് ചിന്തിച്ചിരുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ചലിച്ചത്? നിങ്ങൾ എന്താണ് പ്രസരിപ്പിച്ചത്? ഇപ്പോൾ ആ വൈകാരിക ബ്ലൂപ്രിന്റ് എടുത്ത് യഥാർത്ഥ സംഭവത്തിലേക്ക് കൊണ്ടുപോകുക. ഇതൊരു ഭാവനാപരമായ കളിയല്ല, ഇത് ക്വാണ്ടം റിഹേഴ്സലാണ്, ഇത് ഓറയെ പരിശീലിപ്പിക്കലാണ്. കാരണം നിങ്ങളുടെ ശരീരം ഫലം ഇതിനകം സംഭവിച്ചുവെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഭയത്തെ ഇല്ലാതാക്കുന്നു, നിങ്ങൾ പ്രതിരോധത്തെ ഇല്ലാതാക്കുന്നു, നിങ്ങൾ നശീകരണത്തെ മറികടക്കുന്നു. നിങ്ങൾ ഇനി വിജയിക്കാൻ ശ്രമിക്കുന്നില്ല, നിങ്ങൾ ഇതിനകം വിജയിച്ചു. അതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഫ്രീക്വൻസി. അതുകൊണ്ട് അടുത്ത 30 ദിവസത്തേക്കുള്ള നിങ്ങളുടെ വെല്ലുവിളി ഇതാണ്. ഇത് ചെയ്യുക. നിങ്ങളുടെ വികാരങ്ങളെ ഓഡിറ്റ് ചെയ്യുക, നിങ്ങളുടെ യോജിപ്പ് പ്രഖ്യാപിക്കുക, നിങ്ങളുടെ ഭാവി സ്വയം ദൃശ്യവൽക്കരിക്കുക. ഉയർന്ന വെല്ലുവിളിയുള്ള എല്ലാ നിമിഷങ്ങളിലും മുന്നൊരുക്കം നടത്തുക. എല്ലാറ്റിനുമുപരിയായി നിങ്ങളാകാൻ പോകുന്ന വ്യക്തിയുടെ ഓറയിൽ നിന്ന് ജീവിക്കുക. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ, അവർ കിംവദന്തികൾ പരത്തട്ടെ, അവർ മടിക്കട്ടെ. നിങ്ങൾ കാത്തിരിക്കില്ല, കാരണം നിങ്ങളുടെ വാക്കുകൾക്ക് ഇനി ആവശ്യമില്ലാത്ത ജോലി നിങ്ങളുടെ ഓറ ചെയ്യും. അദൃശ്യമായ നേട്ടങ്ങളോടെ നിങ്ങൾ മുറികളിലേക്ക് നടന്നുപോകും. ജീവിതം നിങ്ങളെ കണ്ടുമുട്ടാൻ സ്വയം ക്രമീകരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾക്ക് യോജിപ്പുണ്ടായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് യാദൃച്ഛികത, വേഗത, വിജയം എന്നിവ കാണാൻ കഴിയും. നിങ്ങൾ ഒരു യാചകനല്ല, നിങ്ങൾ ഇവിടെ ബോധ്യപ്പെടുത്താൻ വന്നവനല്ല. നിങ്ങൾ സമൃദ്ധിയുടെ ഒരു ചാനലാണ്, അത്ഭുതങ്ങൾക്ക് യോജിക്കുന്നവനാണ്, ശക്തിക്കുള്ള ഒരു പാത്രമാണ്. നിങ്ങളുടെ സംശയത്തേക്കാൾ നന്നായി ആ സത്യം അറിയുന്നതുവരെ നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിക്കുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി പിന്തുടരില്ല, നിങ്ങൾ ആകർഷിക്കും, നിങ്ങൾ കൽപ്പിക്കും, നിങ്ങൾ ആയി മാറും. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം ഇവിടെയാണ് എല്ലാം ഒന്നായി വരുന്നത്. നിങ്ങൾ പരിശീലനം നടത്തി, നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറ്റി, നിങ്ങൾ നിങ്ങളുടെ ഭാവി സ്വയം ദൃശ്യവൽക്കരിച്ചു, വിജയത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു. പക്ഷെ നിങ്ങളത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഇതിനൊന്നും ഒരു അർത്ഥവുമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സമ്പത്ത് ആകർഷിക്കാൻ കഴിയില്ല. വിശ്വാസത്തിന്റെ ഒരു നടമാടുന്ന മൂർത്തരൂപമായി മാറുമ്പോൾ നിങ്ങൾക്ക് സമ്പത്ത് ആകർഷിക്കാൻ കഴിയും. നിങ്ങളുടെ ഓറയെ അത്ര ശക്തവും അത്ര മികച്ചതും അത്ര കൃത്യവുമായ ഒരു കാന്തമാക്കി മാറ്റുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ചെറുക്കാൻ കഴിയില്ല. മിക്ക ആളുകൾക്കും ഇപ്പോഴും ഇത് മനസ്സിലാകുന്നില്ല. അവർ ചോദിക്കുന്നു, എനിക്കെങ്ങനെ കൂടുതൽ പണമുണ്ടാക്കാൻ കഴിയും? ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഓറ അതിനെ അകറ്റാൻ എന്താണ് ചെയ്യുന്നത്? അവർ ചോദിക്കുന്നു, എനിക്കെങ്ങനെ മികച്ച അവസരങ്ങൾ കണ്ടെത്താൻ കഴിയും? ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഊർജ്ജ ഒപ്പ് ആ അവസരങ്ങളുടെ നിലവാരവുമായി പൊരുത്തപ്പെടാൻ നിങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ? പ്രപഞ്ചം കൃത്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നൽകില്ല. നിങ്ങൾ യോജിപ്പിൽ നിൽക്കുന്നതിനെയാണ് അത് നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ചെയ്യുക എന്നതിനെക്കുറിച്ചല്ല, കൂടുതലായി മാറുക എന്നതിനെക്കുറിച്ചാണ് ഇത്. നിങ്ങളുടെ ഓറയെ ഒരു നിശബ്ദ പരസ്യബോർഡ് പോലെ ചിന്തിക്കുക. നിങ്ങൾ എവിടെ പോയാലും അത് നിങ്ങളുടെ ഫ്രീക്വൻസി പ്രക്ഷേപണം ചെയ്യുന്നു. ആ ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെടുന്ന ആളുകളും സംഭവങ്ങളും ഫലങ്ങളും അവിടെയെല്ലാം സ്കാൻ ചെയ്യുന്നു, തിരയുന്നു. ചോദ്യം ഇതാണ്, അവർ നിങ്ങളെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ എന്താണ് പ്രക്ഷേപണം ചെയ്യുന്നത്? നിങ്ങളുടെ പരസ്യബോർഡ് ആത്മവിശ്വാസമാണോ, ആശയക്കുഴപ്പമാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ഓറ ഞാൻ തയ്യാറാണോ, അതോ ദയവായി എന്നെ രക്ഷിക്കുമോ എന്ന് മന്ത്രിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടിയാണോ നിൽക്കുന്നത്, അതോ എല്ലാറ്റിലും ലയിച്ചു പോകുകയാണോ? ഒരു കുറഞ്ഞ മൂല്യമുള്ള വ്യക്തിത്വവുമായി നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ ആകർഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് ലഭിച്ച പേരല്ല, നിങ്ങൾ അവകാശപ്പെടുന്ന ശക്തിയാണത്. വ്യക്തിത്വം എന്നത് നിങ്ങൾ ആരായിരുന്നു എന്നതല്ല, ഇപ്പോൾ ആരാകാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്നതാണ്. വീണ്ടും വീണ്ടും ലോകം നിങ്ങളെ വിശ്വസിക്കുന്നതുവരെ, കാരണം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറണം. ബലപ്രയോഗം കൊണ്ടോ കൃത്രിമത്വം കൊണ്ടോ അല്ല, വ്യക്തത, ഉറപ്പ്, ബോധ്യം എന്നിവ കൊണ്ടാണ്. നിങ്ങളുടെ ഓറ ഞാനാണ് ഉത്തരം എന്ന് പറയുമ്പോൾ ആളുകൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ നൽകാൻ വരുന്നു. നിങ്ങളുടെ ഊർജ്ജം ഞാൻ ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ മുട്ടുന്നതിനു മുൻപ് വാതിലുകൾ തുറക്കുന്നു. ഇത് അഹങ്കാരമല്ല, ഇത് ആധികാരികമായ ഉടമസ്ഥാവകാശമാണ്. നിങ്ങൾ നടിക്കുകയല്ല, നിങ്ങൾ കളിയാക്കുകയല്ല, നിങ്ങൾ എപ്പോഴും സത്യമായിരുന്നത് എന്താണെന്ന് നിങ്ങൾ ഓർമ്മിക്കുകയാണ്. വിജയത്തിന്റെ വീട്ടിൽ ആത്മസംശയത്തിന് ഇനി ഇടമില്ല. നിങ്ങളുടെ ഭാവി സ്വയം നിങ്ങളെ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അവൻ അഭിമാനിക്കുമോ? അവൻ നിങ്ങളെ തിരിച്ചറിയുമോ? അതോ ആ തീക്ക് എന്ത് സംഭവിച്ചുവെന്ന് അവൻ ചിന്തിക്കുമോ? ആ തീ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്, പക്ഷേ ദിശയില്ലാത്ത തീയെല്ലാം കത്തിച്ചു കളയുന്നു. ലക്ഷ്യബോധമുള്ള തീ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നു. അതുകൊണ്ട് അതിനെ നയിക്കുക. ഒരു സമ്പന്നമായ ഓറയുടെ 4 ഘടകങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. ഒരു കാന്തികമായ ജീവിതത്തിന്റെ നിർമ്മാണ ബ്ലോക്കുകൾ. 1. ഉറപ്പ്. നിങ്ങളുടെ ചുറ്റും എന്ത് സംഭവിച്ചാലും ഉദ്ദേശ്യത്തോടെ സംസാരിക്കുകയും ചലിക്കുകയും ചെയ്യുക. ഉറപ്പ് ബഹളത്തേക്കാൾ ഉച്ചത്തിലാണ്. സ്വയം വിശ്വസിക്കുന്നവരെ ആളുകൾ വിശ്വസിക്കുന്നു. 2. ശാന്തത. നിങ്ങളുടെ ഊർജ്ജം അരാജകമാണെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധി പ്രസരിപ്പിക്കാൻ കഴിയില്ല. വൈകാരികമായ ശാന്തത പരിശീലിക്കുക. പ്രതികരിക്കരുത്, മറുപടി നൽകുക. യാചിക്കരുത്, ആകർഷിക്കുക. 3. യോജിപ്പ്. നിങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും യോജിക്കണം.
നിങ്ങൾക്ക് സമ്പത്ത് ഉറപ്പിക്കുകയും ദാരിദ്ര്യത്തിൽ ജീവിക്കുകയും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് വിജയം ദൃശ്യവൽക്കരിക്കുകയും അച്ചടക്കം ഒഴിവാക്കുകയും ചെയ്യാൻ കഴിയില്ല. യോജിപ്പ് ഒരു ഓപ്ഷനല്ല, അതാണ് താക്കോൽ. 4. സംഭാവന. നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ മൂല്യമുള്ളവനായിരിക്കുക. കണക്കുകൾ സൂക്ഷിക്കാതെ നൽകുക. പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക. വിജയിക്കാൻ മാത്രമല്ല, സേവിക്കാൻ പ്രത്യക്ഷപ്പെടുക. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവകാശം നേടുന്നത്. നിങ്ങൾ തേടുന്ന സമ്പത്ത് നിങ്ങളുടെ പുറത്തു മാത്രമല്ല, അതിപ്പോൾ നിങ്ങളെ ചുറ്റിപ്പറ്റി ഓർബിറ്റിംഗ് ചെയ്യുന്നു, കാത്തിരിക്കുന്നു, നോക്കുന്നു. അതിന് പിന്തുടരാൻ കഴിയുന്ന ഒരു ഫ്രീക്വൻസിക്ക് വേണ്ടി കേൾക്കുന്നു. അതുകൊണ്ട് സിഗ്നൽ സജ്ജമാക്കുക. നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിക്കുക. ലോകം നിങ്ങളെ പിന്തുടരട്ടെ.